നന്മയ്ക്ക് പകരം വെറുപ്പ് വിതയ്ക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ക്രിസ്തുവിരുദ്ധമാണ്. സഭയുടെ ഉള്ളിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും കണ്ണും കാലുമൊക്കെ കാണിച്ചാൽ അവർ പെട്ടെന്ന് അവരുടെ പിന്നാലെ പോകുമെന്നൊക്കെ പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? കേരള സ്റ്റോറിയിൽ പറയുന്നത് 32,000 സ്ത്രീകൾ മിസ്സിംഗ് ആണെന്നാണ്. ഇവിടുത്തെ ഒരു അന്വേഷണ ഏജൻസി അങ്ങനെ പറയുന്നില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിശബ്ദമായിരിക്കുന്നത്, ആ നിശബ്ദത ഈ ശബ്ദമുണ്ടാക്കുന്നവർക്ക് അനുകൂലമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയാണ്, അത് കുറ്റകരമായ ഒരു അവസ്ഥയാണത്. സീറോ മലബാർ സഭയിലെ ഒരു രൂപതയിൽ കേരള സ്റ്റോറി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. അതിനോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയിലെ യുവജനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെ പറ്റി തീരുമാനിച്ചു. തലശ്ശേരി രൂപത അത് ആദ്യം അങ്ങനെ തീരുമാനിച്ചെങ്കിലും പിന്നീട് അവരത് വേണ്ടാന്ന് വെച്ചു. വളരെ വിവേകപൂർണമായൊരു തീരുമാനത്തിലേക്ക് തലശ്ശേരി രൂപത വന്നു. ഈ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം വന്നത് യേശുവിൻ്റെ ഒരു ഉപമയാണ്, വിതക്കാരൻ്റെ ഉപമ. ക്രിസ്തു അതാണ് പഠിപ്പിച്ചത്. എല്ലാ നിലങ്ങളിലും നല്ല വിത്താണ് വിതയ്ക്കേണ്ടത്. മനുഷ്യൻ്റെ ഹൃദയമാണ് നിലം. ആ നിലത്തിൽ നല്ല വിത്ത് വിതയ്ക്കേണ്ടവരാണ് എല്ലാ ക്രൈസ്തവരും, പ്രത്യേകിച്ച് ക്രൈസ്തവ പുരോഹിതന്മാരും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഈ നന്മയ്ക്ക് പകരം വെറുപ്പ് വിതയ്ക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ക്രിസ്തുവിരുദ്ധമാണ്. അത് സഭാവിരുദ്ധമായ പ്രവർത്തനവുമാണ്. കേരള സ്റ്റോറിയുടെ വിവാദത്തെപ്പറ്റി എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, അത് ആ സഭയുടെ ഉള്ളിൽ തന്നെയുള്ള വളരെ ന്യൂനപക്ഷമായ നാമമാത്രമായ കൈവിരലിലെണ്ണാവുന്ന കുറച്ച് മെത്രാന്മാരുടെ ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കാണിക്കുന്നതിന് പിന്നിലുള്ളത് കേരള കത്തോലിക്ക സഭ ഒന്നും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഇന്ന് കേരളത്തിൽ ഒരു രൂപതയിലെ അവിടുത്തെ മതബോധന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. ഒരു സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് എല്ലാ മതസ്ഥാപനങ്ങൾക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെയൊന്നും എതിർക്കുന്നില്ല. ഇവിടുത്തെ 3 സമുദായങ്ങളും ഇങ്ങനെ പരസ്പരം കുട്ടികളിലേക്ക്, അവരുടെ യുവജനങ്ങളിലേക്ക്, അവരുടെ അമ്മമാരിലേക്ക്, അവരുടെ അപ്പന്മാരിലേക്കൊക്കെ ഇങ്ങനെ വിദ്വേഷത്തിൻ്റെ വിത്ത് ഇങ്ങനെ വിതയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ആർട്ട് എന്ന മീഡിയ ഉപയോഗിച്ച് വിതയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളം പിന്നെ പ്രാന്താലയമാകാൻ അധികം താമസമുണ്ടോ? കേരള സ്റ്റോറിയിൽ പറയുന്നത് 32,000 സ്ത്രീകൾ മിസ്സിംഗ് ആണെന്നാണ്. ഇവിടുത്തെ ഒരു അന്വേഷണ ഏജൻസി അങ്ങനെ പറയുന്നില്ല. അതൊക്കെ അതിഭാവുകത്വമാണ്. അവർ പറയുന്ന ഈ കാര്യം സഭയ്ക്ക് തന്നെ അപമാനകരമാണ്. കാരണം സഭയുടെ ഉള്ളിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും കണ്ണും കാലുമൊക്കെ കാണിച്ചാൽ അവർ പെട്ടെന്ന് അവരുടെ പിന്നാലെ പോകുമെന്നൊക്കെ പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? മൂന്നാമത്തെ ഒരു കാര്യം, 12 വർഷത്തോളം കാറ്റീസം വേദപാഠമൊക്കെ പഠിക്കുന്നതാണ് ഈ കുട്ടികൾ. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ ഈ വേദപാഠം എന്ന് പറയുന്ന പരിപാടി തന്നെ അവസാനിപ്പിക്കണം നമുക്ക്. കാരണം ഇത്രയും വർഷം പഠിച്ചിട്ട് ഈ കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം അവർക്ക് സ്വാധീനിക്കാതെ ഒരു ചെറിയ സ്വാധീനത്തിന് പിന്നാലെ പോകുന്നത് പറയുമ്പോൾ പിന്നെ ഈ 12 വർഷം പഠിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് നമുക്കറിയാം. അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സംഘപരിവാർ സ്വാധീനം തീർച്ചയായിട്ടും സഭയുടെ ഉള്ളിൽ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സംശയമില്ല. ഞാനൊരു മലപ്പുറംകാരനാണ്. ഏറ്റവും അധികം മുസ്ലിം സഹോദരങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് മലപ്പുറം. അവിടെയൊക്കെ ഞങ്ങൾ വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടും കൂടിയാണ് ജീവിക്കുന്നത്. മലപ്പുറത്ത് അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലോ ഒക്കെ ഒരു സ്പർദ്ധയുള്ളതായിട്ട് പൊതുവെ അറിവില്ല. എന്നാൽ സമൂഹത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാകാം. മുസ്ലിം സമുദായത്തിലും ഉണ്ടാകാം, ഹൈന്ദവ സമുദായത്തിലും ഉണ്ടാകാം, ക്രൈസ്തവ സമുദായത്തിലും ഉണ്ടാകാം. ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ ചില സൂചനകൾ ക്രൈസ്തവ സമൂഹത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ടാകും. ക്രിമിനാലിറ്റി, ക്രൈംസ് എല്ലാ വിഭാഗത്തിലും ഉണ്ടായിക്കൂടെ? കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ യൂറോപ്യൻ സഭ നേരിട്ട ഏറ്റവും വലിയ ഒരു അപഖ്യാതി അവിടുത്തെ വൈദികർക്കെതിരെയുള്ള ബാലപീഡയായിട്ട് സംബന്ധിച്ചായിരുന്നു. ഒരുപാട് അപഖ്യാതി അവർക്കുണ്ടായി. പക്ഷെ എല്ലാ വൈദികരും അങ്ങനെ ചെയ്തിട്ടല്ല. ഏതാനും വൈദികരെ അങ്ങനെ ചെയ്തുള്ളൂ. കുറച്ച് വൈദികരെ അങ്ങനെ ചെയ്തപ്പോഴത്തേനും എല്ലാ വൈദികരെ അങ്ങനെ ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമം യൂറോപ്പിലുണ്ടായി. അത് മറ്റു പല സ്ഥലങ്ങളിലേക്കും വന്നു. എത്രയോ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തീയ വൈദികരാണ് അതിൻ്റെ പേരിൽ ദുരിതം അനുഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടെയും കേരളത്തിലെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ തിന്മയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യുന്നത് തികച്ചും കിരാതമായ നടപടിയാണ്. അതൊരിക്കലും ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു നടപടിയല്ല.
ഇതാണ് ഓരോ ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ട കാര്യം. ഈ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിശബ്ദമായിരിക്കുന്നത്, ആ നിശബ്ദത ഈ ശബ്ദമുണ്ടാക്കുന്നവർക്ക് അനുകൂലമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയാണ്, അത് കുറ്റകരമായ ഒരു അവസ്ഥയാണത്. മഹാഭൂരിപക്ഷം പേര് ഇവരുടെ ശബ്ദത്തിനൊപ്പമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇലക്ഷൻ വരാനിരിക്കുന്നു, ഇലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് കാക്കുമ്പോൾ അറിയാലോ, ഇവിടെ മെത്രാന്മാർ പറഞ്ഞാലോ വൈദികർ പറഞ്ഞാലോ അവിടെ കുത്തുന്ന ആൾക്കാർ, അതനുസരിച്ച് തന്നെ ചലിക്കുന്ന ആളുകൾ ആണ് സഭയിലുള്ളതെങ്കിൽ, ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത നടക്കുന്നത് അറിയാലോ, വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മെത്രാന്മാരുടെ തീരുമാനത്തിനെതിരെ ഒക്കെ നടക്കുന്നുണ്ട്. അത് എറണാകുളത്ത് മാത്രം നടക്കുന്ന ഒരു വിഷയമല്ല, അത് എല്ലാ രൂപതകളിലും മെത്രാന്മാരുടെ തെറ്റായ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കെതിരെ വളരെ ശക്തമായ വികാരം സഭയിലുണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന സഭയാണ്, അല്ലാണ്ട് മെത്രാന്മാരെ ഏകപക്ഷീയമായി വൈദികരും മെത്രാന്മാരും നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. അത് മനസ്സിലാക്കണം.